എല്ലാവർക്കും നമസ്കാരം. നമ്മൾ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് നാളെ വരുമെന്ന് പറഞ്ഞ റിസൾട്ട് ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ റിസൾട്ട് നോക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഒരിക്കൽ കൂടി ഞാൻ പറയാം, എന്നിട്ട് ചേരുന്ന വിധവും വിശദാംശങ്ങളും ഞാൻ പറയാം. നമ്മൾ ഗൂഗിളിൽ എച്ച് എസ് ക്യാപ്പിൽ എന്ന സൈറ്റിൽ കയറി അവിടെ നമ്മൾ ആ എച്ച് എസ് ക്യാപ്പിലേക്ക് കടക്കുക. ആദ്യ പേജിൽ തന്നെ നമുക്ക് എന്ത് കാണാം? കാൻഡിഡേറ്റ്സ് ലോഗിൻ കാണാം. ഈ കാൻഡിഡേറ്റ്സ് ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഒരു അടുത്ത പേജിലേക്ക് പോകും. അവിടെ നമ്മൾ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ജില്ല, 3 കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഈ അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അവിടെ അതിനകത്ത് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ പാസ്വേഡാണ്. പാസ്വേഡ് ഈ അക്ഷയം നോക്കിയാ ചെയ്തതെങ്കിൽ അവരൊരു പാസ്വേഡ് അനുവദിച്ചിട്ടുണ്ടാവും. ആ പാസ്വേഡും ഈ അപേക്ഷയുടെ മുകളിൽ മഷി കൊണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കൊടുത്ത് ജില്ലയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് എന്നിട്ട് ആ ജില്ലയും സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ലോഗിൻ എന്ന ഒരു ലിങ്ക് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ ഉണ്ടാവും യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നോ അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. അതിൻ്റെ അടിയിൽ ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്ത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് കാണാം. എന്ന ഒരു ബോക്സിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത പേജിൽ നമ്മുടെ പേര്, രജിസ്റ്റർ നമ്പർ, പിന്നെ മുകളിൽ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് അവിടെ കാണാം. അതിൽ നമ്മൾ ഈ ഇടതുവശത്ത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ മുകളിൽ കാണാം. താഴെ എന്തുണ്ടാവും? യു ഹാവ് ഗാട്ട് അലോട്ട്മെന്റ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂള് കാണാം, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സും കാണാം. ഏത് സ്കൂളിലാണ് അലോട്ട്മെന്റ് ലഭിച്ചതെന്ന് ആദ്യം നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത പേജിലാണ് ഏത് സ്കൂളാണ് ഏത് കോഴ്സാണെന്ന് കാണാൻ പറ്റുക. അവിടെ നമുക്ക് വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അലോട്ട്മെന്റ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അതുണ്ടാവുകയുള്ളൂ. ആ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്നൊന്ന് പറയുന്ന ലിങ്ക് നമുക്ക് കാണാം. അതിൽ നമ്മൾ പരിശോധിച്ചാൽ ജൂലൈ അവിടെ നമുക്ക് ഈ അലോട്ട്മെന്റ് ലെറ്റർ കാണാൻ വേണ്ടി പറ്റും. ഈ അലോട്ട്മെന്റ് ലെറ്റർ നമ്മൾ പ്രിന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ അലോട്ട്മെന്റ് ലെറ്റർ നമ്മൾ പ്രിന്റ് എടുത്ത് 2 പേജാണ് അതിനുള്ളത്. അലോട്ട്മെന്റ് ലെറ്ററിന് 2 പേജ് ഉണ്ട്. ഒന്നാമത്തെ പേജിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാനുണ്ട്. പൂരിപ്പിച്ചതിന് ശേഷം രക്ഷിതാവ് ഒപ്പിടാനുണ്ട്. മാത്രമല്ല അവിടെ ഒരു 2ാം ഭാഷ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഹയർ സെക്കൻഡറി 1ാം വർഷം 6 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ 4 വിഷയങ്ങൾ സബ്ജക്റ്റും പിന്നെ ഒരു ഇംഗ്ലീഷും ഒരു 2ാം ഭാഷയുമാണ്. അങ്ങനെ 6 അപ്പൊ ഈ 2ാം ഭാഷ എന്ന് പറയുന്നത് ഒന്നുകിൽ മലയാളമാവാം, പിന്നെ അറബിക്കാവാം, ഹിന്ദി ആവാം, സംസ്കൃതാവാം. ഏതാണോ ആ സ്കൂളിൽ നമുക്ക് പ്രവേശനം കിട്ടിയ സ്കൂളിൽ ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത്, മലയാളം പഠിച്ചാൽ മലയാളം മതി, അതിൽ നമുക്ക് ചേരാം. നമുക്ക് ഇഷ്ടമുള്ള സെക്കൻഡ് ലാംഗ്വേജിൽ ചേരാം. അതിപ്പോ എവിടെയാ പൂരിപ്പിക്കേണ്ടത്? അത് നമ്മൾ ഈ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുത്തതിൽ നമ്മൾ പൂരിപ്പിച്ചാൽ മതി. അവിടെ ഉണ്ടാവും പൂരിപ്പിക്കാനുള്ള കോളത്തിൽ ആ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. അത് പൂരിപ്പിച്ചിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. അപ്പൊ പ്രിന്റ് ഔട്ട് നിർബന്ധമാണ്. പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്കൂളിൽ ചേരാൻ പോകുന്ന സ്കൂളിൽ വെച്ച് അവർ എടുത്തു തരും. അതിനൊന്നും തടസ്സമില്ല. അപ്പൊ നമുക്ക് ഈ പ്രവേശിക്കാനുള്ള സമയം ജൂലൈ 20 തിങ്കളാഴ്ച മുതൽ രാവിലെ മുതൽ 10 മണി മുതൽ 22ാം തീയതി 4 മണി വരെയാണ്. 22ാം തീയതി 4 മണി വരെയാണ് പ്രവേശനത്തിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. പ്രവേശനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മൾ ഈ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ച് 2ാം ഭാഷ എഴുതി തീരുമാനിച്ചിട്ട് പോകണം. അവിടെ ചെന്നിട്ട് ഏതാ പഠിക്കുന്നത്, 2ാം ഭാഷ ഏത് പഠിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു തപ്പിലായിരിക്കും. അപ്പം നമ്മൾ പിന്നെ കഴിവതും കുട്ടികൾക്ക് മലയാളം ഇഷ്ടമുള്ളവർക്ക് മലയാളം തന്നെ എടുത്താൽ മതി.
അല്ല അറബിക്കാണോ താല്പര്യമെങ്കിൽ അറബിക്ക് എടുക്കുക. ഹിന്ദിയും ഉണ്ടാവും ചില സ്കൂളിൽ സംസ്കൃതം ഉണ്ടാവും. എന്നാലും എല്ലാ സ്കൂളിലും ഉള്ള ഒന്നായിരിക്കും മലയാളം. പിന്നെ അതിൻ്റെ താഴെ അറബിക്കായിരിക്കും മിക്കവാറും. അപ്പൊ അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് നേരത്തെ തീരുമാനിക്കുക. ഈ പ്രിന്റ് ഔട്ടില്, അതായത് അലോട്ട്മെന്റ് പ്രിന്റ് ഔട്ട് ഉണ്ട്, അതിൽ രേഖപ്പെടുത്തണം. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത്, ചേരാൻ പോകുന്ന സമയത്ത് രക്ഷിതാവ് ഉണ്ടായിരിക്കണം. അത് സ്വന്തം അച്ഛനും അമ്മയും തന്നെ വേണമെന്നില്ല. ഒരു രക്ഷിതാവ്, ആരെങ്കിലും ഒരാള്, അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റാത്ത അസൗകര്യമുള്ള സമയമാണെങ്കിൽ മറ്റൊരാൾ രക്ഷിതാവായിട്ട് പോയാൽ മതി. പിന്നെയുള്ളത്, എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൊണ്ടുപോകണം. അതിലൊന്ന്, നമുക്ക് ഈ ജാതി സർട്ടിഫിക്കറ്റ് വേണ്ട. എന്തുകൊണ്ടാന്ന് വെച്ചാൽ SLCയില് ജാതി ഉൾപ്പെടുത്തിയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് നമുക്ക് എക്സാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എക്സാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, നമുക്ക് കിട്ടിയ എല്ലാ ഗ്രേഡ് ഉണ്ടാവും, നമ്മുടെ അച്ഛൻ്റെ പേരുണ്ടാവും, നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയാണെന്നുണ്ടാവും, ജാതി ഏതാണ്, മതം ഏതാണ്, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ്, ഇത്രയും കാര്യങ്ങളുള്ള ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് എക്സാമിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ ജാതി ഉണ്ട്, പിന്നെ നമ്മൾ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. അപ്പോൾ അലോട്ട്മെന്റ് ലെറ്റർ പൂരിപ്പിച്ച് 2ാം ഭാഷയ്ക്ക് എഴുതി രക്ഷിതാവ് ഒപ്പിട്ടത് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുപോകണം. ആധാർ കാർഡിന്റെ കോപ്പി. ഈ SLC പരീക്ഷയ്ക്ക് നേരത്തെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പ്രിന്റ് ഔട്ട് കിട്ടിയത് കൂടാതെ, അതല്ലാതെ നമുക്ക് ജാതി എഴുതിയിട്ടുള്ള ഒരു പ്രിന്റ് ഔട്ട് ഇപ്പൊ കിട്ടും. അത് നിങ്ങൾ എടുക്കുക എക്സാം സൈറ്റിൽ നിന്ന്. അതെടുക്കുക. പിന്നെ TC വേണം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഈ ബോണസ് പോയിന്റിനോ മറ്റോ LSS, USS, MMS, ലിറ്റിൽ ഗൈഡ്സ്, NCC, അത്തരത്തിലുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. പിന്നെ ഒരു ഫോട്ടോയും വേണം, ഒരു ഫോട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതൊക്കെ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അലോട്ട്മെന്റ് ലെറ്ററിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, അലോട്ട്മെന്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഫീസ് കൊണ്ടുപോകണം. അതിലുള്ള ഫീസ് തന്നെ നമ്മൾ കൊടുത്താൽ മതി. അത് കൂടാതെ PTA ഫണ്ട്, ചിലപ്പോൾ PTA മെമ്പർഷിപ്പ് ഫീസ് 400 രൂപ, 100 രൂപയും 400 രൂപയായിരിക്കും. അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നേരത്തെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. 2 ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമുക്ക്, അത് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും EWSൽ പെട്ടവരാണെങ്കിൽ, അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായിട്ടുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്, അതായത് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം എന്നൊന്നില്ല. ഫീസ് അടച്ച് ചേരണം. നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിന് കാത്തിരിക്കുകയോ അത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. എവിടെയാണോ ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ ഫീസ് അടച്ച് നിർബന്ധമായിട്ടും ചേരേണ്ടതാണ്. അതുകൊണ്ട് ഈ അലോട്ട്മെന്റ് കിട്ടിയവരെല്ലാവരും തന്നെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ട് ചേരുക. 22-ാം തീയതി 4 മണി വരെ ചേരാനുള്ള സമയമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് സാധ്യതയുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കും അടുത്തത് നടക്കുക. ഇതെല്ലാം കഴിഞ്ഞ് അവസാനമാണ് ഒരു സ്പോട്ട് അഡ്മിഷൻ വരുന്നത്. അല്ല 2ാം സപ്ലിമെന്ററി ഇല്ലാതെ ട്രാൻസ്ഫർ നടക്കുകയാണോ, ട്രാൻസ്ഫർ നടന്നതിന് ശേഷം ഒരു 2ാം സപ്ലിമെന്ററി വെക്കുകയാണ്, ഇതൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പരീക്ഷ പിന്നെ ഏകജാലക സംവിധാനം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, തുടർന്നുള്ള അലോട്ട്മെന്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ജൂലൈ 23 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന അടുത്ത അലോട്ട്മെന്റുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള. എന്നാലും ഇപ്പൊ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒഴിവുകൾ ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു 2ാം സപ്ലിമെന്ററിക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപക്ഷെ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടാണോ ട്രാൻസ്ഫറിന് മുമ്പാണോ എന്നറിയണമെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ ജൂലൈ 23 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് കാത്തിരിക്കാം. കിട്ടാത്ത കുട്ടികൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. സാധനം വീണ്ടും പ്രവേശനത്തിനുള്ള സംഗതി വരുന്നുണ്ട്. മാത്രമല്ല ഈ പിന്നെ അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചെടുത്ത് ഇനി പിന്നെ അതിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ അഡീഷണൽ ബാച്ചിലെ കുട്ടികൾ. അപ്പോൾ അവിടെയും പ്രവേശന സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ
പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ 23-ാം തീയതി അടുത്ത അലോട്ട്മെന്റുകളെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടും. ഒരുപക്ഷെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആവാം, അല്ലെങ്കിൽ രണ്ടാം സപ്ലിമെന്ററി ആവാം. ഇതിൽ രണ്ടിലൊന്നും നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുള്ളൂ. കാരണം എന്താ, സ്പോട്ട് അഡ്മിഷൻ മുമ്പ് ഇത് നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാം അലോട്ട്മെന്റ് എനിക്ക് സാധ്യതയുണ്ട്. കാരണം അത്രയധികം വേക്കൻസികൾ ബാക്കിയുണ്ട്. 10-25,000 മേലെ വേക്കൻസികൾ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. നമുക്ക് കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട, ഇനിയും സാധ്യതകൾ നിൽക്കുകയാണ്. എന്നാലും ഒരു ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഒരു 10-30,000 35,000-ഓളം കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സ്റ്റാറ്റിക്സ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, പ്രവേശനം കിട്ടിയ എല്ലാ കുട്ടികൾക്കും ആശംസകൾ. കുട്ടികൾ തിങ്കളോ ചൊവ്വയോ ഒക്കെ തന്നെ പോയി ചേരുക. കിട്ടാത്ത കുട്ടികൾക്ക് കാത്തിരിക്കാൻ, നമുക്ക് ഒഴിവുകൾ ധാരാളം ബാക്കിയുണ്ട്. 23-ാം തീയതി എങ്ങനെയാണ് അടുത്ത അലോട്ട്മെന്റ്, അതിന് നമ്മൾ എന്തെങ്കിലും അപേക്ഷ കൊടുക്കണോ, അപേക്ഷ പുതുക്കണോ, ഇത്തരം കാര്യങ്ങളൊക്കെ 23-ന് വരുന്ന സർക്കുലറിൽ പറയും. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.